ബാക്കപ്പ് സ്റ്റോറി പറഞ്ഞിട്ട് വേണം നമുക്കിനി അടിയിലോട്ട് പോയിക്കാൻ. നമുക്ക് ഇൻട്രസ്റ്റേഷൻ 2 ടോട്ടം ഓഫ് അണ്ടയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറയുന്നത് എന്താണെന്നാ, നമ്മൾ ആദ്യം ഇവനെ കൊല്ലാൻ വേണ്ടിയായിട്ട് വന്നായിരുന്നു. ഇവനെ കൊല്ലാൻ വേണ്ടിയായിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാണ്ട് ഞാൻ വന്നായിരുന്നു. അവിടുന്ന് എനിക്ക് മറ്റേ സിലിക്കോൺ ടച്ച് ആ സംഭവം എനിക്ക് കിട്ടി. അത് വെച്ച് ഞാൻ സന്തോഷിച്ചു. എനിക്ക് എന്താന്ന് പോലും അറിയത്തില്ലല്ലോ. നോ, ബ്ലോക്ക് എടുക്ക്. ഓക്കെയാണ്. ഇപ്പോൾ നിലവിൽ സീനില്ല. എൻ്റെ അടിയിലോട്ട് പോകുമ്പം എന്തെങ്കിലും സീനുണ്ടോയെന്നോ എനിക്കറിയത്തില്ല. അടിയിലോട്ട് വല്ല കുയ്യാണോ നോക്കിയിട്ട് പോകണം ഗൈസ്, അല്ലെങ്കിൽ കുയ്യിൽ വീട് ചാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മള് ഓൾറെഡി വാടുള്ള ഷിറ്റ്. ഹലോ എടാ അറിയത്തില്ലടാ. അടുത്ത കുയി ഇല്ല, നമുക്കൊരു ബെഡ് വെച്ചിട്ട് ഊറ്റിയാറി കുറെ എണ്ണം കയറി വന്ന്. ജസ്റ്റ് മിസ് കേട്ടാ. ഇപ്പൊ ചത്തേനെ. കാലൊക്കെ ഇടിക്കുന്നത് ഗൈസ്, നെഞ്ചിടിക്കുന്ന പോലെ കാലിടിക്കുന്നത്. അവനെ ഭാഗ്യം ഗൈസ്, ഓട് കയ്യിൽ പെട്ടെന്ന് കിട്ടിയത് ഭാഗ്യമായി പോയി. അല്ലെ ഇപ്പൊ താഴത്ത് ചത്ത് കിടന്നേനെ. അയ്യോ ഗൈസ്, നമ്മളെ വൂളില്ല. നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് വാരാനില്ലേ. വൂളില്ലാണ്ട് നടക്കും ഇതൊക്കെ. ഡീപ് സ്ട്രക്സ് പോലും അല്ല നമ്മളിപ്പോൾ ഉള്ളത്. ഡീപ് സ്ട്രക്സിലല്ല, ഡീപ്സിലെ കോപ്പറിങ് കിട്ടാണോ പോയേ? എന്തോ അത് പോകുന്ന വൈക്കല്ല. നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കി. മറ്റേ ഡീപ് ലൈറ്റ് എവറണ്ട് അല്ല, നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഡീപ് ലൈറ്റ് എത്തി. അതാ പേടി. ഇത്തിരി പേടി കുറച്ച് കൂട്ടണം, കാരണം ഡീപ് ലൈറ്റ് എത്തിയിട്ടുണ്ട്. ഓ ഷിറ്റ് മാൻ, ഡയമണ്ട് ഒറ്റന്നേ ഉള്ളൂ. അതാ പറഞ്ഞ വലിയ ഡയമണ്ട് വെറുതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ആവശ്യമുള്ളപ്പോൾ കിട്ടത്തില്ല. വെറുതെ വന്ന് കഴിച്ചു. അയ്യോ എന്തുവാ വേണ്ടാത്ത ബ്ലോക്ക് വേണ്ട. ഓ മാൻ, ഇത് പൊട്ടിക്കല്ലോ. അപ്പൊ താഴത്ത് ഉണ്ടാവുന്ന ഒരു വാട്ടർ ബക്കറ്റോട് വരണ്ടേ ആയിരുന്നു. ഇണ്ടിത്തരം ആയല്ലോ. ഷിറ്റ് ഗൈസ്, ഇല്ല കൊണ്ടൊക്കെ വെട്ടിയ കുഴപ്പമില്ലാതാകും. നമുക്ക് നേരെ എടുത്ത് താഴത്ത് ചാടിയാലോ. ചത്താലും കുഴപ്പമില്ല. ചാടി വെച്ച് എന്താ. ഗൈസ്, രാത്രിയായിരുന്നു. ഞാൻ അവിടെ കിടന്നേരം ഉറങ്ങി. ഞാൻ വെച്ച് ചത്തൊന്നു. സെൻസർ ആക്ടിവേറ്റ് ആകുന്നു. അടി നായിത്തരമോ വവ്വാലിനെ കൊണ്ട് എന്തൊരു കഷ്ടാതി. എടാ പട്ടി പറക്കുന്നവർ സെൻസർ ആക്ടിവേറ്റ് ആകുന്നു. എവിടെയെങ്കിലും സ്പോണാവുന്ന സാധനം കാണുന്നുണ്ടോ നിങ്ങൾ? ഊളെടുത്തോണ്ട് വരണ്ടേ ആയിരുന്നു. കിണ്ടിത്തരം ആയിപ്പോയല്ലോ. എന്റെ പൊന്നളിയോ, ഇപ്പൊ ചാവെന്ന് പറഞ്ഞ പോലെ. വാടനുണ്ടോ ഇവിടെ? എടാ വവ്വാലിനുണ്ടായവനെ എടുത്തു ഓന് ഉന്നം വെച്ച് കൊല്ലാൻ പറ്റൂലി. ഇതിനെ ഉന്നം വെച്ച് കൊല്ലുന്നതിന് ഇപ്പൊ ചാവും. അയ്യോ പൂവെടുക്കാൻ മറന്നുപോയി. ഷിറ്റ്,
ഇവിടെ അടുത്തന്നെ കേവാന്ന് തോന്നുന്നല്ലേ. ഓ മാൻ, അത് കുറച്ചൊരു പണിയാണ്. എനിക്ക് താഴെ തറങ്ങാൻ ഭയങ്കര പേടി. എന്തെയാണ് ചത്താലും ചത്തിട്ടില്ലേ ചത്തിട്ടില്ല. ഓ ബെഡ് വെച്ച് പോകാൻ കുഴപ്പമില്ല. ഇത് സ്നേക്ക് ചെയ്ത് വേണം പോവാൻ. അതെന്തുവാടാ ശരി ഞാൻ വെച്ച് വാടേണ്ട തലയാണ്. ഇവന്റെ സ്പോണിന്റെ മറ്റേ സാധനം അതെവിടെയും കാണുന്നുണ്ടോടാ നിങ്ങള്? എനിക്കിത് ഇവിടെയും കാണുന്നില്ല. നമുക്ക് സ്പോണിന്റെ അടുത്ത് എത്തുന്നെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ അടുത്തുനിന്ന് ഒച്ചയാക്കുകയൊക്കെ ചെയ്യാം. തന്നെ ഒരു ഒളിച്ചേക്കാനുള്ള സ്ഥലവും നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനത്തെ മതി. എടാ എനിക്ക് വേണ്ടത് സ്നീക്ക് ഷിഫ്റ്റ് സ്നീക്കാ അങ്ങനെ എന്തോ ഉള്ളൊരു സാധനമാണ്. ഓക്കെ വൂള് ഇവിടൊക്കെ വൂളാണ്, ഇതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് പേടി എന്താന്ന് ചോദിച്ചാ ഇവിടെ അടുത്താണ് ഇത് ഗൈസ് കേവ്. പാടനെക്കാട്ടും പേടി എനിക്ക് കേവ് ഉള്ളത്. ജസ്റ്റ് ചെറുക്കത്ത് താഴത്ത് വീഴുന്ന പോലെ ഫീൽ. ഓ പൂളല്ലേ ഇത്? വാട്ടർ കാണാനില്ല. അതിന് മുമ്പ് ഞാൻ 16 അപ്പുറത്തോട്ട് പോട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 നല്ല ദൂരത്തോട്ട് പോകും ഗൈസ്. കാരണം ഐ ഡോണ്ട് നോ ഗൈസ്, എനിക്ക് അവരെ കൊല്ലാൻ പറ്റത്തില്ല. കാരണം ഞാൻ ബോ എടുക്കാൻ മറന്നുപോയി. ബോ സോറി ഫോർ ദാറ്റ് ഗൈസ്. നമുക്ക് എന്തായാലും ക്രിയേറ്റീവ് ആവണം. കാരണം ബോ ഇല്ലാണ്ട് ഒരു കളി നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാം ക്രിയേറ്റീവ് ആവണം ഗൈസ്. ഫസ്റ്റ് ക്രിയേറ്റീവ് ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ക്രിയേറ്റീവ് ആവുന്നുണ്ട്. കാരണം ബോ ഇല്ലാണ്ട് ഒരു കളി നടക്കത്തില്ല. ബോ വേണടാ, ബോ ഇല്ലാണ്ട് പറ്റത്തില്ല. അയ്യോ ഇതൊന്ന് നൈറ്റ് വിഷനാണ്. ഓക്കെ ഒരു ബോ എടുത്തിട്ട് വെക്കുന്നുണ്ട്. എൻ്റെ സർവൈവലാ നമ്മൾ കൊല്ലുന്നുണ്ട്. സർവൈവൽ തന്നെ കൊല്ലും. കഷ്ടപ്പെട്ട് ഞാൻ ഇവിടം വരെ വന്നതാണ്. എന്നിട്ടും അവൻ്റെ ഒരു കളി നീയൊക്കെ കണ്ടോടോ. കിടക്കുന്നു. അതിന്റെ മണ്ടയില്ലാത്ത അതിന്റെ മേല് കൊണ്ടാതാവോ? സെൻസർ പോകും. നമ്മള് ബെഡ് എടുത്ത ആവശ്യമില്ലേ? ബെഡ് എടുത്ത് എന്തിനാ ചോദിച്ചാ നമുക്ക് കുറച്ചും കൂടി ദൂരം കൊത്താം. ഓക്കെ നമുക്ക് ഇവിടെ ആയിട്ടൊരു ബെഡ് സെറ്റ് ചെയ്യാം. എന്നിട്ട് റീസ്പോൺ പോയിന്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ വെക്കുന്നല്ലേ. ഓക്കെ നമുക്ക് കുറച്ച് എടുക്കാം. കാരണം വെറുതെ കിട്ടുമ്പോൾ എടുത്തിട്ട് അവർക്ക് കുറച്ച് വെളിച്ചമൊക്കെ തന്നു.
ഓ ഓ എന്താണ്ട് ഒച്ച വെയിറ്റ് ആക്ക്. നമുക്കൊന്നും കൂടി വിട്ടാ അവന്റെ കരച്ചല്. അവനിവിടെ എവിടെയോ ഉണ്ട്. എന്നാണ്ടൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. നമുക്ക് സെൻസർ എവിടെയാന്ന് നോക്കാം. ഓടുന്ന വഴിയൊക്കെ സെൻസർ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു വാടൻ ഇപ്പൊ കാര്യം വരുവോടെ. നമുക്ക് വാടനെ നോക്കട്ടെ. അണ്ണൻ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അണ്ണൻ അവിടെ നിൽപ്പുണ്ട്. കൊള്ളുന്നുണ്ടോ അതാർക്ക്? ഫയല് ഞാൻ എന്താണ്ട് ചെയ്തതാണ്. അപ്പൊ അവര് കുറച്ചായി. ഓ എടാ അവരത് എത്തു. അപ്പൊ മറ്റേ സാധനം വിടാൻ പോവാ. നല്ല ഡാർക്ക്നെസ് എഫക്റ്റ് നല്ലോണം ഇടുന്നുണ്ട്. ഞാൻ നിന്നെ കൊല്ലുവടാ. നിന്നെ ഞാൻ കൊല്ലു. നിന്റെ അടുത്തുനിന്ന് കിട്ടേണ്ട സാധനത്തിനുള്ള എനിക്ക് കിട്ടി. അവരടുത്ത് പോകുമ്പോ വിടും അത്. അണ്ണൻ അവിടെ ഉണ്ട്. അണ്ണൻ കുറച്ച് ഡാർക്ക് തീരാ. ഇല്ല ടോട്ടമോഫ് ഉണ്ടായി ഉണ്ട്. അവന്റെ പേര് കൊള്ളു കിട്ടും. അവിടെ ഉണ്ടോ? അവനവിടെ ഡാർക്ക്നെസ് ഇട്ട് കുറച്ച് വാങ്ങി. അത് കൊള്ളുന്നില്ല. നമുക്കൊരു ഐഡിയ കിട്ടി. അത് വർക്കാവോ? ഓ ഗൈസ് ഞാൻ പയ്യാൻ നോക്കി ഇപ്പുറത്തോട്ട് എത്തിയില്ലേ? അവിടെ അവൻ ഡ്രോപ്പ് അവര് കൊള്ളുന്നുണ്ടാണ്. ഞാൻ 10-100 തവണ ഇവരത് വെച്ചു. പാവടാ
മേത്ത് കൊള്ളില്ല. അവനെ അടിക്കും, അടിച്ചാൽ ചാവും. വാടന്റെ കൈകൊണ്ട് ചാവാനൊക്കെ പോയിക്കൊണ്ടിരുന്ന അവസ്ഥ. ഓക്കെ, തോട്ടെടുത്ത് നന്നായി. ഓ മേൻ, എവിടെ മുട്ടാ തീർന്നാ? ഇല്ല, ഇനി ഒരു 16 കൂടിയിട്ട് ബാഗ് ഇട്ടിട്ട് അവനെ കൊല്ലണടാ. അവൻ കൊല്ലത്തില്ലേ എനിക്ക് നാണക്കട. കാരണം അവൻ കാരണം ലൈഫ് മറ്റേ ഇതാണ്, എന്തോ പവർ കിട്ടിയിട്ടുണ്ട്. കഴിയില്ല ഇങ്ങനെ പോയിട്ട് അവ എല്ലായിടത്തോട്ട് ഇങ്ങനെ പിക്കാൻ. ആ വഴി വേണ്ട, ലക്കില്ല. ഉള്ളോ ഇവനെങ്ങനെ കൊല്ലുക? ഇത് അവരെന്നെയാണോ കൊള്ളുന്നത്? എനിക്ക് അറിയത്തില്ല. ഇടാക്കി ടോർച്ച് ചിലപ്പോ ടോർച്ച് തട്ടും. ഓക്കെ, നിങ്ങൾക്കിപ്പോ ഒന്നും കാണുന്നില്ല, അതെനിക്കറിയാം. കൊന്നി കൊന്നടാ, വാടന്റെ മോനെ കൊന്ന്. അവിടെ വാടാ, ഒരു മണ്ടക്ക് ഏരിയ മാത്രം മതി. നമ്മുടെ പൃഥ്വിജലമായി നമ്മൾ കഷ്ടപ്പെട്ടതും നേരിട്ടതും വർക്കായി. ഗൈസ്, ഇനി മണ്ടയിലോട്ട് ബ്ലോക്ക് വെച്ച് പോകും, അതാ പ്രശ്നം. ഓ ഷിറ്റ്, നമുക്കൂടെ ചാകാം. ഇത്രയും ചെയ്ത് ചാവാർക്കുന്ന വെട്ടല്ലേ? തുള്ളിക്കൊണ്ട് കയറിയവരുടെ അത്യാവശ്യം പവറുള്ള പടിയാ. ഞാൻ കൊന്നു എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓക്കെ, വാടന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് അത് പിക്കാസ് എടുത്താ ഇപ്പൊ കൊടുക്കാലോ. വാടന്റെ ആത്മാവിന് പാവട. വാടന്റെ ആത്മാവിന് ആഗ്രഹം എന്താ അറിയോ? ഗോൾഡ് വേണമെന്ന്. കുറച്ച് ഗോൾഡ് കൊത്തിത്തായിട്ടുണ്ട്. കോഴിക്കുഞ്ഞുങ്ങളെ സുഖമായി ജീവിക്കട്ടാ. ഇപ്പന്മാരിത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് ആക്ടിവേറ്റ് ആകുന്നുണ്ടോ? ഹെവി ഗോ ഗൈസ്, നമുക്കിനി മണ്ടയിലോട്ട് പോകണം. അത് മണ്ടയിലെത്തിയിട്ട് കാണാം ഗൈസ്, വലിയ ടൈം എടുക്കും.